നമുക്കിപ്പം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ശ്രീ തിരുവഞ്ചൂർ, അത്യന്തം സങ്കടകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായ സംഭവം അത് നമ്മളിലൊക്കെ ജനിപ്പിച്ചത് ഒരു ആശങ്കയാണോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമാണോ എന്നൊന്നും പറയാൻ പോലും കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അറിയാമായിരുന്നു. ഈ കാലപ്പഴക്കം അധികാരികൾക്ക് അറിഞ്ഞിട്ടും അവിടെ കിടത്തി ചികിത്സ പോലും തുടർന്നു എന്നുള്ള ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് മുൻപ് മരണപ്പെട്ട ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. അതായത് ഈ ഒരു സിസ്റ്റം കൊന്നതാണ് ബിന്ദുവിനെ എന്ന് നമുക്ക് തറപ്പിച്ച് പറഞ്ഞുകൂടെ ശ്രീ തിരുവഞ്ചൂർ? യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കി എന്നല്ലേ ഗവൺമെൻറ്റിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. 2012 മുതൽ ഇതിന് ബലക്ഷയമുണ്ടായിരുന്നു എന്നുള്ളത് 2025 ഇവർക്ക് ഓർമ്മ വരുന്നത്. അതിനുശേഷം എത്രയോ ആളുകളെ അവിടെ അഡ്മിറ്റ് ചെയ്തു, എത്ര രോഗികൾക്ക് അത് അവിടെ ആശ്രയമായി നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ബലക്ഷയമുള്ള കെട്ടിടത്തിലേക്ക് ഇവർ പിന്നീടും രോഗികളെ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ഇവർ പൂട്ടിയിട്ടു എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയാണ് തുറന്നതാരാ? താക്കോലാരയില്ല. അതിൻ്റെ കസ്റ്റോഡിയനാരാ? കീയുടെ കസ്റ്റോഡിയനാരാ? അത് ഈ മെഡിക്കൽ കോളേജ് ഓഫീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ലേ? ഇത് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് പ്രിൻസിപ്പലിനെ കൊണ്ട് സൂപ്രണ്ടിനെ കൊണ്ട് ജാമ്യം എടുക്കുന്നതിന് വേണ്ടി ഇവിടെ മന്ത്രിമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വാക്കുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സംരക്ഷണം കൊടുക്കുവാനുള്ള പ്രാഥമികമായ കടമ ആർക്കാണുള്ളത്? അതിവർക്കല്ലേ? ഇവരുടെ വൈക്കേറിയസ് ലൈബിലിറ്റി അല്ലേ? യഥാർത്ഥത്തിൽ ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്തം അവർക്കല്ലേ? ഈ ചോരയിൽ ഇവരുടെ കൈപ്പാടുകളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുകയാണ്. അവിടെ തെരച്ചിൽ നടത്തിയല്ലോ. ആ തെരച്ചിൽ നടത്തുന്നത് ഇവരുടെയൊക്കെ കൺമുമ്പിൽ വെച്ചല്ലേ? അവസാനം എന്തിനാണ് തെരച്ചിൽ നിർത്തിവെപ്പിച്ചത്? അതാണ് മന്ദരിച്ചു പോയ ബിന്ദുവിൻ്റെ ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തെരച്ചിൽ തുടർന്നിരുന്നു എന്ന് വരികിൽ എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ആ തെരച്ചിൽ നിർത്തിയത്? എന്തിനാണ് അങ്ങനെയൊരു സമീപനമെടുത്തത്? അവിടെ ആരുമില്ല എന്ന് പരസ്യമായി ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞില്ലേ? അതിനേക്കാളപ്പുറത്ത് ആരെങ്കിലും പറയാനുണ്ടോ? എന്നിട്ടും ഒരു മുൻകരുതലോ നടപടിയോ എടുക്കാതെ പോയി എന്ന് മാത്രമല്ല, വളരെ അവഹേളനപരമായ രൂപത്തിലുള്ള സമീപനം കൂടെ വരുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ കടുത്ത പ്രതിഷേധമുണ്ടാക്കുന്ന കാര്യം. തിരുവഞ്ചൂർ, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് എന്താണെന്നും അത് ആരെക്കാളും നന്നായി അറിയാവുന്ന ഒരാളാണ് താങ്കൾ. മാത്രമല്ല ഇന്നലെ ഈ അപകടം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ അങ്ങ് അവിടെ എത്തുകയും അവിടുത്തെ സാഹചര്യമൊക്കെ നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചതുപോലെ 2012 അല്ലെങ്കിൽ 2013 മുതൽ തന്നെ ഇതിൻ്റെ ശോച്യാവസ്ഥ, ഇതിപ്പോൾ നിലം പതിക്കാറായ ഒരു കെട്ടിടമാണെന്നും അത് 2013 പോട്ടെ, ഇപ്പം ഒരു 2-3 മാസത്തിന് മുൻപ് തന്നെ ഈ കെട്ടിടത്തിൻ്റെ പല പാളികളും ഇളകി വീണ ഒരു സംഭവമുണ്ട്, ഡോക്ടർമാരുടെ അടക്കം കൺമുന്നിൽ വെച്ച്. അപ്പോൾ അത്രയേറെ ഒരു ശോച്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കെട്ടിടം അവിടെ വീണ്ടും രോഗികളെ കിടത്തി ചികിത്സിക്കുകയാണ്. കുറച്ച് മുൻപ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വാക്കുകൾ അനുസരിച്ച് അതിന് ഈ പുതിയ ബ്ലോക്ക് നിർമ്മിച്ചിട്ടുണ്ട്. ആ ബ്ലോക്കിന് കൂടുതൽ പരിശോധനകൾ വേണം, കൂടുതൽ ഈ അധികാരികൾ അതൊക്കെ സാക്ഷ്യപ്പെട്ട് അവരെ ബോധ്യപ്പെടണം. അവിടെ ഈ ആളുകളെ വീണ്ടും കിടത്തി ചികിത്സിക്കുന്നതിന് ആ ബ്ലോക്ക് സജ്ജമായി ഒന്ന് അറിയിക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ രോഗികളെ വീണ്ടും പഴയ ബ്ലോക്കിൽ തന്നെ നിലനിർത്തിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ദുരന്തമുണ്ടായ 5 മിനിറ്റിനുള്ളിൽ മറ്റ് രോഗികളൊക്കെ മാറ്റിയല്ലോ. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് അധികാരികൾ ഈ വിഷയത്തിൽ ഒരു കാലതാമസം എടുത്തത് എന്നുള്ളത് ഒരു ചോദ്യമല്ലേ ശ്രീ തിരുവഞ്ചൂർ? ഇവിടെ യഥാർത്ഥത്തിൽ കള്ളത്തരത്തിന് മേളിൽ കള്ളത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് അന്തരീക്ഷം മലിനപ്പെടുത്തുന്നതിന് വേണ്ടി വീണ്ടും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരെ കൂടി അതിനുവേണ്ടി ആയുധമായി വിനിയോഗിക്കുകയാണ്. അവരുടെ മുമ്പിൽ വിരൽ ചൂണ്ടി അവരെ വിരട്ടി അവരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പറയുന്ന ആളുകളല്ലേ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടിയിരുന്നത്? ബലക്ഷയമുണ്ടെന്ന് വരികിൽ ബലക്ഷയമുള്ളിടത്ത് നിന്ന് രോഗികളെ മാറ്റേണ്ടിയിരുന്നില്ലേ? ഇന്നലെ മാറ്റാൻ പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലല്ലോ. ഞങ്ങൾ കൂടി നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും കൂടി വന്നു, സ്ട്രെച്ചർ കൊണ്ടുവന്നു, നേരെ രോഗിയെ എടുക്കുന്നു, അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇമ്മീഡിയറ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരെല്ലാം ഡിസ്ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ചെയ്ത ക്രൂരമായ നടപടി പിന്നെയുമുണ്ട്. ഒരു രോഗിയെ അവർ അനസ്തേഷ്യ കൊടുത്തു, ബെഡിൽ കിടത്തി, അതിനുശേഷം കത്തി വെച്ചു മുറിച്ചു. അപ്പോഴാണ് ഈ സംഭവങ്ങൾ
എല്ലാം പൊതിഞ്ഞു കെട്ടിത്തരാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അത് വന്നപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടത്. ആ പാവപ്പെട്ട വീട്ടമ്മ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പ് വരികയാണ്. ഞങ്ങൾ എന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചു. ഞാൻ അവിടെ നിന്ന് തന്നെ അധികൃതരെ വിളിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് എന്നാൽ ഷിഫ്റ്റ് ചെയ്തേക്കാം, ഇവിടെ തന്നെ ഷിഫ്റ്റ് ചെയ്യാം എന്ന് തീരുമാനമെടുത്തത്. ഇതിവർക്ക് നേരത്തെ ചെയ്തുകൂടെ? ഇവിടെ ഇവർ ഈ പറയുന്ന ഒന്നിനും മറ്റൊന്നും വിപരീതമായിട്ടല്ല നിൽക്കുന്നത്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് ഒരു സ്റ്റോറി കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടിയത്. ഈ രൂപത്തിൽ അത് അവസാനം ബന്ധപ്പെട്ടതെന്താ? ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ മരണം. ഇനിയും ഈ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് എന്താ? അത് മാത്രമല്ല, ഇപ്പോ നമുക്ക് തന്നെ കാണാം, മരണപ്പെട്ട ബിന്ദുവിന്റെ ശരീരം വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ വീടിന്റെ അത്താണിയായിരുന്നു ബിന്ദു. കാരണം രാവിലെ ഭർത്താവ് അതുപോലെ തന്നെ ഇന്നലെ മക്കളും ഒക്കെ നിലവിളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളെ ഓരോരുത്തരെ നെഞ്ചുലയ്ക്കുന്നതൊക്കെയാണ്. ഈ കെട്ടിടത്തിന്റെ ശോചാവസ്ഥയ്ക്കപ്പുറം ശ്രീ തിരുവഞ്ചൂർ മറ്റൊരു കാര്യം, രക്ഷാപ്രവർത്തനം ഇത്രയേറെ വൈകി എന്നുള്ളതാണ്. ഇപ്പോൾ ആ ബ്ലോക്കിലേക്ക് ഒരു വാഹനം എത്തിക്കാൻ പോലും കഴിയാത്തൊരു ദുരവസ്ഥയുണ്ട്. ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ ശ്രദ്ധയിലുണ്ടായിട്ടും ഒരു വാഹനം എത്തിക്കാനുള്ള ഒരു വഴി ഒരുക്കുക, അതല്ലെങ്കിൽ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം ബോധ്യപ്പെട്ട് അത് മാറ്റി പുനഃസ്ഥാപിക്കാതിരിക്കുക, ഇതൊക്കെ കൊടിയ വീഴ്ചയല്ലേ? വീഴ്ചയെന്ന് പറഞ്ഞാൽ വീഴ്ചയ്ക്ക് മേലുള്ള വീഴ്ചയായിട്ട് വരികയാണ്. ഞങ്ങൾ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവർ ഈ വീഴ്ച ഉണ്ടാകാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. അവസാനം കൈ കഴുകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ഈ കൊലപാതകം സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് സ്പോൺസേഡ് കൊലപാതകമാണ് അവിടെ നടന്നത്. ആ സംഭവം ഉണ്ടായിട്ടും മേൽ നടപടി എടുക്കുന്നതിന് പകരം അവർ കൈകഴുകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കുടുംബത്തെ രക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒരു വാക്ക് ഇവരാരെങ്കിലും പറയുന്നുണ്ടോ? അന്വേഷണം നടത്താനായിട്ട് ഒരാളെ നിയോഗിച്ചു എന്ന് പറഞ്ഞു. അത് കോട്ടയം ജില്ലാ കളക്ടറാണ്. അദ്ദേഹമാണ് HMCയുടെ ചെയർമാൻ. HMCയുടെ ചെയർമാൻ, ഹോസ്പിറ്റൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന വ്യക്തിയെ തന്നെ ഇതിൻ്റെ അന്വേഷണം ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഈ വാസ്തവങ്ങളൊന്നും പുറത്തു വരാതിരിക്കണം, അതിനെ തമസ്കരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വീണ്ടും കുഴപ്പമുണ്ടാക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളുകളായി ഒരുപാട് തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് തൊട്ട് മുൻപ് വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർക്ക് തന്നെ നേരിട്ടെത്തി അവിടുത്തെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലടക്കം തുറന്നെഴുതേണ്ടി വരുന്നു, മാധ്യമങ്ങളോട് തുറന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ നിൽക്കുന്നു. അവിടെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരുന്നതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ദുരന്തം കൂടി സംഭവിച്ചത്. കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മികച്ചതാണ്. ഈ ഒരു തോന്നൽ അല്ലെങ്കിൽ ഈ ഒരു പ്രചാരണം അത് ഈ ആരോഗ്യ വകുപ്പിന് ഒരു അമിത ആത്മവിശ്വാസമായി തീർന്നു. അതായിരിക്കുമോ ഇത്രയും പ്രശ്നങ്ങൾ തുടരെ ഉണ്ടാകാനുള്ള ഒരു കാരണം? കേരളത്തിലെ ആരോഗ്യരംഗം മികച്ചതായത് കഴിഞ്ഞ 1, 2, 3, 4 കൊല്ലം കൊണ്ടൊന്നുമല്ല, അതൊരു പിന്തുടർച്ചയാണ്. അതായിക്കോട്ടെ, അങ്ങനെ മികച്ചതായിട്ട് തന്നെ നിൽക്കട്ടെ. ആ മികച്ചതിനെ നിലനിർത്താൻ ശ്രമിക്കേണ്ടത്. അതിൽ നിന്ന് ഇകഴ്ത്തിപ്പോകാമോ? താഴോട്ട് ഇടിച്ച് വീഴിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. മന്ത്രിമാർക്ക് പോലും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മറ്റ് സ്വകാര്യ ആശുപത്രികളെ തിരക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത് ഏറ്റവും മികച്ചതാണ് എന്ന് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോട്ടെ, വ്യക്തിപരമാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നതേയില്ല. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താ? ഇവിടെ ഈ പാവപ്പെട്ട രോഗികൾക്ക് ഇതല്ലാതെ വേറെ ലാവണമില്ല. അവിടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്നതിന് വേണ്ടിയുള്ള സ്വാഭാവികമായ സൗകര്യങ്ങൾ വേണ്ടേ? ഇവിടെ നമ്മളുടെ ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് 7 മീറ്റർ വീതിയിലുള്ള റോഡ് ആ ഹോസ്പിറ്റലിന് ചുറ്റും ഉണ്ടാകണ്ടേ? എവിടെയാണ് പറ്റുന്നത്? ഒന്നുമില്ല. അതുകൊണ്ട് എന്തു പറ്റി? ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ അവിടെ എത്തിയില്ല. എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയാസം ഉണ്ടായി. എത്തിയ ഉപകരണം തന്നെ വിനിയോഗിച്ചില്ല. ഇല്ലെന്ന് മാത്രമല്ല, 1.5 മണിക്കൂർ നേരം അത് പിടിച്ചു വെച്ചു. ആ പാവപ്പെട്ട സ്ത്രീ ഇഞ്ചിഞ്ചായി അവിടെ മരിക്കുന്നതിന് മൂകസാക്ഷിയായി അവിടെ നിന്ന ആളുകൾക്കെല്ലാം നിൽക്കേണ്ടി വന്നില്ലേ? ഇതെല്ലാം ഈ ഗവൺമെൻറ് ചെയ്ത പ്രവർത്തനം, ഇത് അധികൃതർ ചെയ്ത പ്രവർത്തനമാണ്. അത് കൂട്ടുത്തരവാദിത്തമുണ്ട്. അത് താഴെയുള്ള ആളുകൾ തള്ളിപ്പറഞ്ഞത് കൊണ്ടായില്ല. മേളിലുള്ള ആളും താഴെയുള്ള ആളുകളും ഒരുപോലെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ നമ്മൾ ഡോക്ടർ ഹാരിസിനെ നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ്. ഈ ഡോക്ടർ ഹാരിസിനെ പോലെ ഒരു വിസിൽ ബ്ലോവർ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടും ഡോക്ടർ ഹാരിസ് തുറന്ന് പറഞ്ഞതുപോലെ
ബാക്കിയുള്ള ആളുകൾക്ക് കൂടി തുറന്നു പറയാൻ സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തു വരുമായിരുന്നു. തുറന്ന് അവർ പറയുന്നില്ല, പക്ഷേ ഞങ്ങളോടൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് പുറത്ത് കിട്ടുന്ന വേദികളിലൊക്കെ ഇതിനെക്കുറിച്ച് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിഹാര മാർഗവുമില്ല. ആ പരിഹാരമുണ്ടാക്കാതെ പഴയതുപോലെ തന്നെ തുടരുകയാണ്. അതെല്ലാം ഞങ്ങളുടെ ഒരു അവകാശമാണ് എന്നൊരു തോതിലാണ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ ഈ കെട്ടിടത്തിന് 68 വർഷത്തെ പഴക്കമുണ്ട്. 2013 മുതൽ തന്നെ ഇതിൻ്റെ ദുരവസ്ഥ ഈ ശ്രദ്ധയിൽ വന്നതുമാണ് അധികാരികളുടെ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഈ കാലാകാലങ്ങളായി വന്ന സർക്കാരുകൾക്ക് എല്ലാം ഈ ഒരു വിഷയത്തിൽ ബാധ്യതയില്ലേ ശ്രീ തിരുവഞ്ചൂർ? ഈ 24 മണിക്കൂർ മുമ്പുണ്ടായ ദുരന്തത്തിന് 68 കൊല്ലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ 12, 15, 20 കൊല്ലം മുമ്പുള്ള കെട്ടിടത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ലേ പ്രശ്നം, എന്ത് ചെയ്തു എന്നുള്ളതല്ലേ പ്രശ്നം. ഈ ദുരന്തം ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് നടപടിയെടുത്തു എന്നുള്ളതല്ലേ പ്രശ്നം. പൂർവ്വകാല പ്രാബല്യത്തോടു കൂടി ജാമ്യാപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഹീനമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാനിത് കാണുന്നുള്ളൂ. യെസ്, ഓക്കെ, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ. നമുക്കിപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു.